ഇന്ത്യയുടെ ഏത് വികസനത്തിനെയും, അത് ടെക്നോളജി ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും, എതിർക്കുന്ന ഏറ്റവും വലിയ മൂരാച്ചി പാർട്ടി അതേതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: CPI. എന്നാൽ CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ബിനോയ് വിശ്വം പേഴ്സണൽ ലൈഫിൽ അത്ര വലിയ മൂരാച്ചി ഒന്നുമല്ല. ബിനോയ് വിശ്വം തന്റെ ഭാര്യ ശൈലയെ UK-യിൽ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ അയച്ചാണ് ക്രിയേറ്റീവ് റൈറ്റിംഗിൽ കോഴ്സ് പഠിപ്പിച്ചത്. മകൾ സൂര്യയെ ന്യൂയോർക്കിലെ കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിൽ വിട്ടാണ് നിയമത്തിൽ ബിരുദമെടുപ്പിച്ചത്. കേരളത്തിൽ നിരവധി ലോ കോളേജുകൾ ഉണ്ടായിരുന്നിട്ടും അമേരിക്കയിൽ അയച്ച് കൊളംബിയൻ യൂണിവേഴ്സിറ്റിയുടെ ലോ സർട്ടിഫിക്കറ്റ് മകൾക്ക് നേടിക്കൊടുത്തത് മകളുടെ വിദ്യാഭ്യാസ നിലവാരം, കരിയർ ഇതൊക്കെ ഓർത്ത് ഒരു അച്ഛൻ തന്റെ കടമ നിറവേറ്റിയതാണ്. നാട്ടിലുള്ള സാധാരണ വിദ്യാർത്ഥികൾ തന്റെ മക്കളല്ലാത്തത് കൊണ്ട് ബിനോയ് വിശ്വത്തിന് അവരുടെ കാര്യത്തിൽ എന്ത് നിലപാട് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതുകൊണ്ടാണ് കേരളത്തിൽ വിദേശ സർവകലാശാലകൾ വരുന്നതിനെതിരെ സമരം ചെയ്യുകയും നെടുനീളൻ ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തത്. നിലവിൽ ബിനോയ് വിശ്വം PM ശ്രീയെ എതിർക്കുന്നുണ്ട്. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ, സ്കൂളിൽ മോദിയുടെ ഫോട്ടോ വയ്ക്കും, വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കും, കാവ്യവൽക്കരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. കേരളം, തമിഴ്നാട്, ബംഗാൾ ഒഴികെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീയിൽ അംഗങ്ങളാണ്. കേരളം ഒപ്പിട്ടതാണ്. ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി പതിവ് പരിപാടി കാണിച്ച് അത് മുടക്കാനുള്ള ശ്രമമാണ്. ഓരോരോ